ഇഞ്ചിയും പച്ചമുളകും വെളുത്തുള്ളിയും കൂടിയുള്ള പേസ്റ്റ് ഇട്ട് കൊടുക്കുക. ഇഞ്ചിയുടെയും പച്ചമുളകിൻ്റെയൊക്കെ പച്ചമുളകൊക്കെ ഒന്ന് മാറിക്കഴിയുമ്പോഴത്തേക്ക് നമുക്ക് സവാള ഇട്ട് കൊടുക്കാം. നമുക്ക് സവാള ഞാൻ 2 വലിയ സവാളയാണ് എടുത്തത്. അത് നല്ലോണം വാടിക്കഴിഞ്ഞിട്ട് ഉപ്പിട്ട് കൊടുക്കുക. അത് നന്നായിട്ട് ഇളക്കി നന്നായി യോജിപ്പിച്ച് നന്നായിട്ട് വാടി വരട്ടെ. അപ്പോഴത്തേക്കും അടച്ച് വെക്കാം. നമുക്ക് കഴിഞ്ഞിട്ട് എല്ലാം കൂടി കൂട്ടി യോജിപ്പിച്ചിട്ട് പെരിഞ്ചീരകവും കുരുമുളക് പൊടിയും പൊടിച്ചതാണ് അത് ഇട്ട് കൊടുക്കുക. ഇതെല്ലാം കൂടി ഒന്ന് ഇളക്കി കൂട്ടാം. ഇതിലേക്ക് തക്കാളി ഇങ്ങനെ കഷ്ണങ്ങളാക്കി അതെല്ലാം കൂടി കൂട്ടി യോജിപ്പിക്കുക. നമ്മൾ കഴുകി വെച്ചേക്കണ ചിക്കൻ അങ്ങ് ഇട്ട് കൊടുക്കുക. എല്ലാം കൂടി ഇളക്കി കൂട്ടി വെച്ചിട്ട് നമുക്കിനി അടച്ച് വെക്കാം. അതായിട്ട് ആദ്യം ഒന്നും ചെയ്തത് 2 ഗരം മസാല ഒന്നും ഇട്ടില്ല, മസാലപ്പൊടി ഒന്നും ഇട്ടിട്ടില്ല അതിൻ്റെ അകത്ത്. അപ്പോൾ നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട്, നമ്മുടെ പെപ്പർ ചിക്കൻ. എല്ലാവരും ഒന്ന് കണ്ടു നോക്കണേ എങ്ങനെയുണ്ടെന്ന്.